ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പൊന്നൂസിൻ്റെയും മോണ്ടനെയും ബർത്ത്ഡേ വ്ളോഗൊക്കെ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നമുക്ക് ഭയങ്കര തീരെ വെട്ട കുറഞ്ഞും ഒക്കെ പോയിട്ടുണ്ട്. ആ സമയത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ പേര് വരുമ്പോൾ ഉള്ള നമ്മുടെ ഒരു വെപ്രാണവും ധൃതിയൊക്കെ കാരണം പല സ്ഥലങ്ങളിലും വീഡിയോ എടുക്കാനും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ആരും ബാഡ് കമൻ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇടമണ്ണ് പോവാണ് അണ്ണൻ്റെ അക്കാടെ വീട്ടിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നും നമുക്ക് ബർത്ത്ഡേ ഉള്ളോ എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. വർഷത്തിലൊരിക്കൽ വരുന്നതാണല്ലോ. അപ്പോൾ ഇന്ന് അണ്ണൻ്റെ അക്കാടെ മോൻ്റെ അപ്പൂസിൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. ഞാൻ എപ്പോഴും അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ മാത്രമേ ഉള്ളല്ലോ എനിക്ക് സബ്സ്ക്രൈബർ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എല്ലാം അവൻ ചോദിക്കും, കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് അതിന് പോയില്ലേക്കാം, തിരുവനന്തപുരത്ത് ഇതിന് പോയില്ലേ. കാരണം എൻ്റെ സബ്സ്ക്രൈബർ, എൻ്റെ വീഡിയോ ചിലപ്പോൾ നമ്മൾ ആദ്യം ഇടുന്ന 50 പേരിൽ ആദ്യം കാണുന്നത് അവനായിരിക്കും. അപ്പോൾ കുട്ടി സബ്സ്ക്രൈബറാണ് എല്ലാവരും. അപ്പോൾ അന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ അക്ക അവിടെ ഇല്ല. അക്കക്ക് ചെറിയൊരു ശ്വാസമുട്ടലാണ്. ഇവിടെ നമ്മുടെ പുനലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പം അക്ക രാവിലെ അണ്ണൻ കാണാൻ പോയപ്പം പറഞ്ഞു നമ്മളൊന്ന് പോയി കാണാം. അപ്പം പൊന്നൂസ് മോണ്ടനൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷമാണ്. പൊന്നൂസ് മോണ്ടനും ട്യൂഷന് പോയേക്കാണ്. ഫ്രണ്ട്സ് ഇപ്പോൾ വരാൻ സമയമായപ്പോൾ ഞാനും അണ്ണനും ഒന്ന് ഒരുങ്ങി നിന്നേ. അണ്ണൻ പറഞ്ഞു നീ തന്നെ ഇൻട്രോ അങ്ങ് പറഞ്ഞോളാം. അപ്പോൾ ഒരുങ്ങി നിന്ന്. കാരണം കുഞ്ഞുങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങ് പോവാമല്ലോ. ഇപ്പോൾ സമയം 5:30 അപ്പം നമ്മൾ സാധാരണ അന്നേരം ഉച്ചയ്ക്ക് തന്നെ പോയി ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വന്നു. അപ്പൂസിനും അവിടുത്തെ അച്ചുവിനും മോക്കും ഡ്രസ്സ് എടുത്തോണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൊണ്ട് ഇനി നമ്മൾ പോകുന്ന വഴി ഒരു കുട്ടി ബർത്ത്ഡേ കേക്ക് കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് തീരുമാനിക്കാം. കുഞ്ഞുങ്ങളൊന്ന് ഹാപ്പിയാക്കാൻ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൊല്ലം ജില്ലയും C കാറ്റഗറിയാണ്. പല സ്ഥലങ്ങളൊക്കെ അടച്ചേക്കണം. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങളെ ഒന്ന് വണ്ടിയിൽ കൊണ്ട് റൗണ്ട് അടിപ്പിച്ച് ബർത്ത്ഡേ ഒന്ന് സന്തോഷമാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് താമസിക്കുന്നില്ല. പൊന്നൂസ് മോട്ടൻ്റെ വരാൻ സമയമായി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ചോച്ചയും കൂടും, എനിക്ക് സ്പീഡും കൂടും. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ശീലമായി പോയി. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇറങ്ങാം. പൊന്നൂസ് മോട്ടന് വന്നിട്ട് ഇറങ്ങാം. അപ്പം ഞാൻ വണ്ടിയിൽ ഇരുന്ന് പൊന്നൂസിനെ മോട്ടനെ കാണിക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇടമണ്ണോട്ട് പോവാണ്. അയ്യോ ബർത്ത്ഡേ ആണ്. മോനൂട്ടിനെ കാണുന്നില്ലെന്നാ മോനൂട്ട് താണ്ടെ ഹായ് പറ. ഞാനൊരു പാട്ട് പാടട്ടെ ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിനി നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ. പൊന്നൂസ് മോട്ടൻ ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളൊരു കേക്ക് വാങ്ങാം ഒരു ബേക്കറിലോട്. ഈ ബേക്കറി മതി എണ്ണ. ഇവിടെ ആകുമ്പോൾ തിരക്ക് കുറവാണ്. മറ്റേ അടുത്താണെങ്കിൽ വണ്ടി ഇടാൻ ചിലപ്പോൾ സ്ഥലം കാണത്തില്ല കേട്ടോ. പിടിക്കണോ? ഇതാ അണ്ണൻ കേക്ക് എടുക്ക്. ബർത്ത്ഡേക്കാരൻ മേളിലാണോ? എന്നാ മുന്നേ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടു. എന്തുണ്ട് വിശേഷം? ഹലോ ഇനാരാ കണ്ടിട്ട് ഇത്ര നാളെ? ഹൗ ആർ യു? ഹലോ ഓടിച്ചോ. വേണ്ട, ഒരാൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി ബേസ് പൊടിക്ക്.
ആണ് കേക്ക് ഓപ്പൺ ആക്കി നോക്കട്ടെ. ആ മോനോട്ടെ കാണാം അലമ്പാക്കാൻ. ദേ കസേരയൊക്കെ എടുത്തോണ്ട് വരുന്നു. ഓ ഇതെവിടെ കേറുന്ന്? മോനോട്ടെ തൊടല്ലേ മോനോട്ടാ. ആ ദാണ്ട കേക്ക്. വാവ് നല്ല സൂപ്പർ. കൊള്ളാമോ മോനോട്ടാ? ആ നോക്കട്ടെ. ഹായ് ഗൗണ് കണ്ടാ? നിന്റെ ദേഹത്തോട്ട് വെച്ച് നോക്ക്. കറക്റ്റ് അല്ലയോ? ദാണ്ടെ മാമിയും കൂടെ വരട്ടേന്ന് വിളി. വരാൻ പറ മോനൂട്ടാ. അവൻ പറഞ്ഞത് തന്നെ. അങ്ങനെ കുട്ടീസിനെ എല്ലാം പറക്കിയിട്ട് നമ്മൾ പുനലൂർ വന്നു. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബഹളം വയ്ക്കാതെ എല്ലാവരും ഇരിക്കണം. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഇവിടെ പുനലൂരിലുള്ള റെസ്റ്റോറൻറ്റിൽ വന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് മോനോട്ടൊന്നും വെള്ളം കൊടുക്കത്തില്ല. ഇതാ വെള്ളം തരാം. ഇവിടെ ഇവരൊക്കെ ആകെ ബഹളമാണ്. ബഹളം വയ്ക്കല്ലേ. നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തതാണ് ചിക്കൻ കബാബ്. കൊണ്ടുവച്ചപ്പോൾ തന്നെ അടിപൊളി ഡെക്കറേഷനൊക്കെ ചെയ്ത് സൂപ്പറായിരുന്നു കാണാൻ. പക്ഷേ സത്യം പറഞ്ഞാൽ കഴിക്കാൻ അത്ര ടേസ്റ്റിലായിരുന്നു. ഇപ്പോൾ വെജിറ്റബിളൊക്കെ കൊണ്ട് നല്ല അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതിനു മുമ്പും കബാബ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റൊന്നും കിട്ടിയില്ല. ടേസ്റ്റ് വലിയ ഇല്ലായിരുന്നു. കാണാനുള്ളൊരു ലുക്ക് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ മേളിൽ കാണുന്ന പതയെന്ന് പറയുമ്പോൾ മുട്ട പതപ്പിച്ച് ഒഴിച്ചതാണ്, കളറൊക്കെ ചേർത്ത്. അങ്ങനെ പനിയുടെയൊക്കെ സീസൺ ആയതുകൊണ്ടിട്ട് തന്നെ കുട്ടീസിനൊക്കെ നമ്മൾ ഐസ് ഇല്ലാത്ത ഓറഞ്ച് ജ്യൂസാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി, വയറൊക്കെ നിറഞ്ഞു. അങ്ങനെ നമ്മുടെ മുന്നൂട്ടനും പൊന്നൂസും അപ്പൂസും അച്ചുവും എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.